ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ കുറേ പേര് യൂട്യൂബിൽ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. കറണ്ട് സ്റ്റേറ്റസ് എന്താ അറിയാൻ, കുട്ടിയുടെ സ്റ്റേറ്റസ് എന്താ അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ടു ഡേയ്സ് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ കൈമ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി വരുന്നത്. ഇപ്പോൾ എന്താ സ്റ്റേറ്റസ് ഡോക്ടർ എന്താ പറയണമെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ ആദ്യം ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിരുന്നു ഈ സ്റ്റിച്ച് ഇട്ടവർ. ഇപ്പോൾ കുറച്ചായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അവർ ഫുള്ളായിട്ട് എന്താ പറയുക, ഫുള്ളായിട്ട് മാറും എന്നുള്ള ഹോപ്പൊന്നും തന്നിട്ടില്ല. പക്ഷേ വെയിറ്റ് ചെയ്യാം, കുട്ടിക്ക് ശരിയാവും. ചെറിയ കുട്ടിയെ കാരണം ശരിയാവും കുറേ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോ ഡെയിലിയും പോയി, ഡെയിലി അല്ല, ഡിസ്ചാർജ് ആയിട്ട് ഇപ്പൊ 4 തവണ പോയി വന്നു. ഇനി നെക്സ്റ്റ് കൺസൾട്ടേഷൻ വരുന്നത് മൺഡേ ആണ്. 2 ഡേയ്സ് കൂടുമ്പോഴാണ് നമ്മൾ പോയിട്ട് നോക്കേണ്ടത്. കാരണം അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ, അതേപോലെ കയറിയിട്ട് പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പോവും, അവർ ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞ് ഡ്രസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മൾ രാവിലെ ഒന്നും പോയി വൈകുന്നേരം പോകും. പക്ഷെ നമ്മൾ പോയി വന്നാലും എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് മോൾക്ക്, അതേപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടും മെസ്സേജ് ചെയ്തിട്ടും പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല, എന്നാലും മെല്ലെ പ്രോഗ്രസ് കാണുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും മേ ബി അത്. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥനയോടായിരിക്കണം ഇതുപോലെ എത്രയും പെട്ടെന്ന് മോൾക്ക് ആവുന്നത്. ഇനിയുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഒരു ഹോപ്പ് വന്നു തുടങ്ങി, റിക്കവർ ആവുന്നുള്ള ഒരു ഹോപ്പ് വന്നു തുടങ്ങി. ഏകദേശം ഒരു 40% ബ്ലഡ് ഫ്ലോ വന്നിട്ടുണ്ട്. ബാക്കി ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആണ്. എന്നാലും ഡോക്ടർ നടുക്കിലൊരു നീഡിൽ ഉണ്ടായിരുന്നു. ആ നീഡിൽ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അവർ 2 ഡേയ്സ് വെച്ച് അവർ എന്താണ് സ്റ്റേറ്റസ്, എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ, വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വരാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ഡേയ്സ് വെച്ച് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി നോക്കുന്നുണ്ട്. കുറേ ലോങ് ആണ് ഇവിടുന്ന് പോകുമ്പോൾ. ഇവിടുന്ന് തൃശ്ശൂർ എത്തണം. അപ്പോൾ ഏകദേശം ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് പോയി തിരിച്ചെത്താൻ ഒരു 3 മണിയാവും. അപ്പോൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് വീട്ടിൽ വെച്ച് വേറെ കുട്ടിയുടെ കയ്യിലത്തെ പ്ലാസ്റ്ററും ഇത് ചെയ്തേക്കണത്, ഡ്രസ്സിങ് ചെയ്തേക്കണത് കഴിഞ്ഞ് റിമൂവ് ആയി പോകുന്നുണ്ട്. 2 പ്രാവശ്യം എൻ്റെ വൈഫിനെ നേഴ്സായി മാറി. അത് മൂക്കാണെല്ലാം കഷ്ടപ്പെട്ട് ശരിയാക്കി സ്ട്രോങ് ആയി, മൈൻഡൊക്കെ സ്ട്രോങ് ആയ കാരണം ഇപ്പം ചെയ്യാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ശ്രദ്ധിച്ച് മെല്ലെ കെട്ടി, ഞാനല്ല വൈഫ് കെട്ടി കൊടുത്തു. മിഞ്ഞാന്ന് 2 പ്രാവശ്യം പോയി. എന്നിട്ട് സംഭവം നമ്മള് ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പൊ നമ്മള് കുറച്ച് ദിവസം നമുക്ക് ഉണ്ണിക്കത് കാണുമ്പോൾ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഡൗൺ ആയിരുന്നു. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ആക്റ്റീവായി വന്നേ പറ്റുള്ളൂ, നമ്മൾ ബോൾഡ് ആയി പറ്റുള്ളൂ, സ്ട്രോങ് ആയി പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി അപ്ഡേറ്റ്സുകൾ അതേപോലെ നമ്മളെ എങ്ങനെയായിരുന്നു നമ്മൾ അതുപോലെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മുടെ ചാനലായാലും ഇൻസ്റ്റ ആയാലും. അപ്പൊ രണ്ടിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും താങ്ക്സ് പറയണം. ആർക്കും ട്രൈ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ താങ്ക്സ് പറയണം. എന്താ വെച്ചാൽ നമ്മളൊട്ടും പ്രതീക്ഷയില്ല ഇത് ഇങ്ങനെ റിക്കവർ ആയി വരും. എന്താ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ഇത്ര ഹോപ്പ് തരുന്നില്ല ഞങ്ങൾക്ക്. മേ ബി ആവാം, 50% ആവാം, ഇല്ലാണ്ട് പോവാം. പക്ഷെ ഇപ്പൊ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം. കുട്ടി ശരി റിക്കവർ ആവും, കുറച്ച് ദിവസം പിടിക്കുന്നുള്ളൂ, എന്നാൽ റിക്കവർ ആവും. ഞങ്ങൾക്ക് അത് തന്നെ സമാധാനമാണ്. ഇപ്പൊ മോള് ഓക്കെ ആണോ, കരച്ചിലുണ്ടോ, വാശിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കരച്ചിൽ എന്ന് വെച്ചെങ്കിൽ നോർമൽ ആയിട്ടുള്ളതല്ലോ, അല്ലാണ്ട് ഇതിന്റെ പേരിൽ ആൾ കരച്ചിലൊന്നും ഇല്ല. പിന്നെ ഇത് അഴിഞ്ഞു വരുമ്പോൾ ആൾക്കും ഒരു ടെൻഷനാണ്. കൈ നമ്മൾ പിടിച്ച് ഇത് അധികം സ്ട്രെസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കൊടുക്കുമ്പോൾ ആൾക്ക് ഓൾറെഡി റിമൈൻഡ് ചെയ്യാനാണ് സംഭവങ്ങളൊക്കെ. അപ്പൊ അതിന്റേതായ ഒരു കരച്ചിലുള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മോളുടെ കാര്യങ്ങൾ കേട്ടോ. അത് കാരണം ഇപ്പോൾ അപ്ഡേറ്റ്സുകൾ എന്നും ചോദിക്കുമ്പോൾ ഞങ്ങളത് ഒരു കൺക്ലൂഷൻ എത്തിയിട്ട് ഓക്കെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇടാം. അല്ലാണ്ട് എന്നും നമ്മൾ പോയി വരുന്നുണ്ട്, നമുക്ക് തന്നെ എന്താ നിങ്ങൾക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ നമുക്കൊരു ഏകദേശം ഒരു പിടുത്തായി. ഇനി മൺഡേ നമ്മുടെ അടുത്ത് ഒരു ഡിസിഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ആഫ്റ്റർ എന്തായിരിക്കും എന്നുള്ളത്. ഇനി കുറച്ചും കൂടി ഇവിടെ ഡാർക്ക് കളർ ഉണ്ട്, ഇത്രയും കൂടി ഡാർക്ക് കളർ ഉണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇനിയും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണ പോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. അപ്പൊ അതേപോലെ ഇനിയും ചെയ്യണം. അത് മാറി കിട്ടുക എന്നുള്ളതാണ് നമുക്ക് വലിയ കാര്യം. അതിൽ കൂടുതലൊന്നുമില്ല. മാറി കിട്ടിയാൽ ഞങ്ങൾ അത്രയും സന്തോഷിക്കും. എന്താ വെച്ചാൽ ആ ടൈമിൽ ഞങ്ങൾ അനുഭവിച്ചത് വേറെ ഒരു മെന്റൽ ട്രോമ എന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് റിക്കവർ ആയി വരുമ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് ഹാപ്പി ആവും. കുട്ടീനെ കാണുമ്പോൾ ഓക്കെ അങ്ങനൊന്നും ഇല്ല, ഉണ്ണിക്ക് അങ്ങനൊന്നും ഇല്ല, കൈമൊന്നും ഇല്ല എന്നുള്ളൊരു മനസ്സ് ഞങ്ങൾ തന്നെ ശരിയാക്കി വരികയാണ്. എല്ലാം ശരിയാവുന്ന ഒരു വിശ്വാസം. അതന്നെ ഞങ്ങൾ സന്തോഷിക്കുന്ന ടൈം ആയിരുന്നു. ആ ടൈമിൽ നമുക്ക് സംഭവിച്ചത് ഓക്കെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ സ്ട്രോങ് ആയി, മൈൻഡ് ഞങ്ങൾ തന്നെ സ്ട്രോങ് ആയിക്കോട്ടെ. ഞങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ട് ഓക്കെ ഇത് ശരിയാവും. ഞങ്ങൾക്കത് ഇപ്പൊ കുട്ടീനെ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ ആ രീതിക്ക് എത്തി തുടങ്ങി, അതിനെ മാനേജ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ അത് കാരണം അത്രയും പേടിയില്ല. ആദ്യം ഭയങ്കര തുടക്കം ചെറിയ കുട്ടിയായാലും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്തിനാ കുട്ടിക്ക് വേദനയ്ക്കോ വേദനയ്ക്കോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര എമോഷൻ ആയിരുന്നു. ഇപ്പൊ ഓക്കെ കുറച്ച് ദിവസമായി വരുമ്പോൾ ഞങ്ങൾ അതിനായിട്ട് മോൾഡായിട്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഞങ്ങൾ ഇപ്പോൾ കുട്ടിക്ക് വേദന ഇല്ലാണ്ടും എല്ലാം ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാനും കുട്ടിക്ക് അല്ലാണ്ട് കൈ എടുത്ത് വെക്കാനും അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, ഹാപ്പി അല്ല, ഫുൾഫിൽ ഹാപ്പി അല്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ സമാധാനം ഉണ്ട്, ശരിയാവും എന്നുള്ളൊരു ഹോപ്പ് വന്നു എല്ലാവർക്കും കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു ഹോപ്പ് വന്നു തുടങ്ങി. ഓക്കെ കുട്ടിക്ക് ശരിയാവും, എങ്ങനെയും നമ്മൾ ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു മൈൻഡ് എത്തി.
പിന്നെ നമ്മളത് ചോദിക്കുന്ന കേസ് അപ്ഡേറ്റ് ആണ്. കേസ് അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, കേസ് അതിന്റെ രീതിക്ക് പോകുന്നുണ്ട്. ബാക്കി ഞങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ച് മൂവ് ചെയ്തേക്കാണ്. സോ അവര് നമ്മളെ FIR കോപ്പി, ഒറിജിനൽ കോപ്പി, അറ്റാച്ച്ഡ് കോപ്പി അവർക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിട്ടി ഇത് കഴിഞ്ഞാൽ അവർ പ്രൊസീജിയർ എന്താണെന്ന് പറയുള്ളൂ. ഇത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു ആക്ഷനും നടന്നിട്ടില്ല. ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ മേടിച്ചു. ഇതുപോലെ ഞങ്ങൾ സൈൻ ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ ആധാർ കാർഡ് അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുന്നംകുളം പോലീസ് കോടതിക്ക് ഹാജറിയാനാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചത്. അപ്പൊ ഇനി പ്രൊസീജിയർ ഞങ്ങൾ ഈ ഹോസ്പിറ്റലായിട്ട് നടക്കണം. കാരണം ഞങ്ങൾക്ക് കേസിന്റെ ആ സൈഡിലേക്ക് നോക്കാൻ പറ്റില്ല. എന്നാലും അഡ്വക്കേറ്റ് വിളിക്കുമ്പോൾ ഞങ്ങൾ റെസ്പോൺസ് ചെയ്ത് ഇതൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളോ ആ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. ആദ്യം കുട്ടിയുടെ ഞങ്ങൾ ക്ലിയർ ആക്കേണ്ടത്. ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി എന്താണെന്ന് ചെയ്യാനുള്ളത് നോക്കുക. പിന്നെ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു കേസല്ല, നമ്മളത് എന്താ പറയാ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് നാളെ അതെല്ലാം മറക്കും, എല്ലാവരും മറക്കും, വീണ്ടും അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ വീണ്ടും പോകും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അതായത് മലങ്കര ഹോസ്പിറ്റൽ എന്നുള്ളത് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് നല്ല ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടേക്ക് പോയത് എന്താ പറയാ വേറെ ഒന്നും കണ്ടില്ല. നമ്മൾ നമുക്ക് ആ ഒരു ഡോക്ടറായിരുന്നു മെയിൻ ആയിട്ട് അന്ന് ഒരു കൺസേൺ, അത് വെച്ച് പോയതാണ്. അപ്പൊ എന്തുകൊണ്ട് മലങ്കര ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു സംഭവം നിങ്ങൾ വിട്ടോ, നിങ്ങളത് പൂർണ്ണമായിട്ട് വിട്ട് കളഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് പിന്നാലെ നടക്കുകയാണ്. നമുക്ക് മോളുടെ കൈ ശരിയാക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം കേസിന്റെ വഴിക്ക് പോകും. നമ്മുടെ ട്രീറ്റ്മെന്റ് ആണ് മെയിൻ. പിന്നെ ആൾക്ക് ജോലി ഉണ്ട്, ഞാനിപ്പോ മോളെ നോക്കുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ അതിന്റെ രീതിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്തിട്ടാണ് നമുക്ക് പോവാൻ. ഞങ്ങള് ശരിയാവണ അനുസരിച്ച് ഞങ്ങൾ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോയില് ശരിയായിട്ട് അടുത്ത വീഡിയോ എന്തായാലും അത് ഉണ്ടാവും. ഞങ്ങൾക്ക് ആ പ്രതീക്ഷ വന്നു തുടങ്ങി, ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികാരും ഓൾമോസ്റ്റ് അവർക്ക് ബ്ലഡ് ഫ്ലോ കുറച്ച് കൂടുതലാവുമെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്. സോ അവർ പക്ഷേ 100% ഹോപ്പ് തന്നില്ല കേട്ടോ. സപ്പോസ് അങ്ങനെ എന്തെങ്കിലും ആയാൽ പോലും അവര് ഹേർട്ടാവാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഒരു ഹോപ്പ് തന്നില്ല. പക്ഷെ ഞങ്ങൾ തന്നെ ഒരു ഹോപ്പ് ഞങ്ങൾ കണ്ടെത്തി, ശരിയാവും, എങ്ങനെയും കുട്ടിക്ക് ശരിയാവും എന്ന ചിത്രം പേരും പ്രാർത്ഥിക്കുക. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു മനസ്സിലൊരു അങ്ങനെ ഫീൽ വന്നു തുടങ്ങി, ശരിയാവും. സംഭവം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി, എന്നാലും ഇപ്പോഴും ആൾക്കാർ എങ്ങനെയുണ്ട് മോൾക്ക് എങ്ങനെയുണ്ട് ചോദിക്കുമ്പോ നമുക്കത് എന്താ പറയാ സപ്പോർട്ട് തന്നെ ശരിക്കും പറയാം. ചോദിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മീഡിയയുടെ പവർ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മളിതുപോലെ ചാനൽ ഉണ്ട്, നമുക്ക് ഇതുപോലെ പേജ് ഉണ്ട്, എന്നാലും നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ അത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നമ്മൾ എത്ര കാലം നമ്മൾ റിയലൈസ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് മോൾക്കൊരു കാര്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പുറത്തുള്ള ആൾക്കാരാണ്. അതേപോലെ അവരാണ് നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾക്ക് എങ്ങനെയുണ്ട്, മോള് ശരിയായോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാവരും എന്താ പറയാ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. മോൾക്ക് ഫുള്ളായിട്ട് റിക്കവർ ആയിട്ട് ഞങ്ങൾ വരും, സന്തോഷമായിട്ട് ഒരു വാർത്ത പറയാൻ വരും, എല്ലാം ശരിയായി എന്ന് പറയാൻ പറ്റുന്ന ഒരു ദിവസം വരട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളുടെ ഹോപ്പ് അതാണ്, ഞങ്ങളുടെ ട്രസ്റ്റ് ഹോപ്പ് അതാണ്. എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയ അപ്ഡേറ്റ്സുകളായിട്ട് ഞങ്ങൾ ഇനി വേറെ വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു.